നമസ്കാരം. 91 സിനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കത്തനാരിൽ ജയസൂര്യയാണ് കേന്ദ്ര കഥാപാത്രം. റോജിൻ തോമസ് സംവിധാനം ചെയ്ത ചിത്രം രചിച്ചിരിക്കുന്നത് രാമാനന്ദാണ്. ജയസൂര്യയുടെ കരിയറിൽ ഏറ്റവും വലിയ സിനിമയാണിത്. 1.5 വർഷം നീണ്ടുനിന്ന കത്തനാരുടെ ചിത്രീകരണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പൂർത്തിയായത്. ജയസൂര്യ ടൈറ്റിൽ വേഷം ചെയ്യുന്ന ചിത്രത്തിൽ തെലുങ്ക് സൂപ്പർ നായിക അനുഷ്ക ഷെട്ടി, പ്രഭുദേവ, സാന്ഡിയ തുടങ്ങിയ നിരവധി താരങ്ങളെത്തുന്നു. 30 ഭാഷകളിലായി 2 ഭാഗങ്ങളായാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം 2025 റിലീസ് ചെയ്യും. മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് സംവിധായകൻ സത്യൻ അന്തിക്കാടും നടൻ മോഹൻലാലും. ഇവർ ഒത്തുചേരുന്ന ഏറ്റവും പുതിയ സിനിമ ഹൃദയപൂർവ്വമാണ്. സന്ദീപ് ബാലകൃഷ്ണൻ എന്നാണ് ലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്. സമകാലിക പ്രസക്തിയുള്ള നർമ്മം കലർന്ന ഒരു സിനിമയാണിത്. ഫാമിലി ഓഡിയൻസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഈ സിനിമ സത്യൻ അന്തിക്കാട് പാറ്റേണിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ടൊവിനോ തോമസ് നായകനാകുന്ന പുതിയ ചിത്രമാണ് നരിവേട്ട. ഇഷ്ക് എന്ന റൊമാൻറ്റിക് ത്രില്ലറിന് ശേഷം അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ഈ സിനിമയിൽ പോലീസ് കോൺസ്റ്റബിളായാണ് ടൊവിനോ എത്തുന്നത്. സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. തമിഴ് സംവിധായകനും നടനുമായ ചേരൻ ആദ്യമായി അഭിനയിക്കുന്ന മലയാള ചിത്രവും നരവേട്ടയാണ്. കുട്ടനാട്, വയനാട്, കോട്ടയം, ചങ്ങനാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ എന്നിവർ അതിഥി വേഷത്തിലെത്തുന്ന കണ്ണപ്പ ഏപ്രിൽ 25 ആഗോള റിലീസായി എത്തുന്നു. മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിശയകരമായ ദൃശ്യങ്ങൾ, തീവ്രമായ ആക്ഷൻ. വിഷ്ണു, മഞ്ജു, മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ എന്നിവർ ഉൾപ്പെടുന്ന ശക്തമായ താരനിര ഈ ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ്. തീവ്രമായ ഭക്തി, ആക്ഷൻ, നാടകീയത എന്നിവയുടെ ലോകത്തേക്ക് ചിത്രം പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഏപ്രിൽ 25 ലോകമെമ്പാടും ഈ ചിത്രം റിലീസ് ചെയ്യും. ശരത് കുമാർ, മോഹൻ ബാബു, രംഗ, ഐശ്വര്യ, മധുബാല തുടങ്ങി പ്രധാന താരങ്ങൾ അഭിനയിച്ചിരിക്കുന്ന തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും.